കാലവർഷം കേരളത്തിലെത്തി. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അലക്സ് മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, അങ്ങനെ കാലവർഷം കേരളത്തിലെത്തി എന്ന ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തിയിരിക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തിയിരിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ ജില്ല വരെ ഈ കാലവർഷം വ്യാപിച്ചതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അത് കൂടുതൽ മേഖലകളിലേക്ക് കാലവർഷം വ്യാപിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരുന്നു, സാധാരണയിൽ കൂടുതൽ മഴ ഇത്തവണ കാലവർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഉണ്ടാകും. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് പൊതുവെയും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയിൽ കൂടുതലായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എന്താണെങ്കിലും സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യും എന്ന മുന്നറിയിപ്പ് അവർ നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് വന്ന അലേർട്ടിൽ മുഴുവൻ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 14 ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ 1 മണിക്ക് വരുന്ന അലേർട്ടിൽ അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ, കൂടുതൽ മറ്റേതെങ്കിലും ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടോ റെഡോ മറ്റോ ഒക്കെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് 1 മണിക്ക് വരുന്ന മഴ മുന്നറിയിപ്പിലായിരിക്കും അറിയാൻ സാധിക്കുക. എന്താണെങ്കിലും അവർ പ്രഖ്യാപിച്ചിരുന്നത്, അതായത് നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നത് മെയ് 31-ന് കാലവർഷം കേരളത്തിലേക്ക് എത്തിച്ചേരും എന്നായിരുന്നു. പക്ഷേ 4 ദിവസം മുമ്പ് മുതൽ തന്നെ തെക്കൻ മേഖലയിൽ, ഇന്ത്യയുടെ തെക്കൻ മേഖല, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തെക്കൻ മേഖലകളിലൊപ്പം അറബിക്കടലിൻ്റെ തെക്കൻ മേഖലകളിലൊക്കെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇത് കാലവർഷ സൂചന നൽകുന്ന മഴയായിരുന്നു എന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞിരുന്നതാണ്. ആ തരത്തിലുള്ള മേഘങ്ങൾ അറബിക്കടലിൽ ഉണ്ട്. അതുമാത്രമല്ല, തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചിട്ടുള്ളതായി കാലാവസ്ഥാ വിദഗ്ധർ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരുന്ന ദിവസം കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലും ഇടനാടുകളിലും മഴ ശക്തമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്നാണെങ്കിലും ഇന്ന് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലവർഷം കേരളത്തിലെത്തിയതായുള്ള പ്രഖ്യാപനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തുകയും ചെയ്യുന്നു. ശരി, കാലവർഷം കേരളത്തിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. അലക്സ് മുഹമ്മദാണ് വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.